ഹായ് ഫ്രണ്ട്സ്, ജോബ്സ് ഫോറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മലബാർ ക്യാൻസർ സെന്ററിലേക്ക് വിവിധ പോസ്റ്റുകളിൽ വേക്കൻസികളുമായി പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു. കേരളത്തിൽ ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നല്ലൊരു അവസരമാണിത്. സ്റ്റാഫ് നഴ്സ്, അസിസ്റ്റന്റ് ഫാർമസിസ്റ്റ്, ടെക്നീഷ്യൻ ക്ലിനിക്കൽ ലാബ്, വൈസ് പ്രിൻസിപ്പൽ കം പ്രൊഫസർ, അസിസ്റ്റന്റ് പ്രൊഫസർ, ലെക്ചറർ, അസിസ്റ്റന്റ് ലെക്ചറർ, റെസിഡന്റ് ഫാർമസിസ്റ്റ്, റെസിഡന്റ് സ്റ്റാഫ് നഴ്സ്, റെസിഡന്റ് എൻഡോസ്കോപ്പി ടെക്നീഷ്യൻ, റെസിഡന്റ് ടെക്നീഷ്യൻ ബയോകെമിസ്ട്രി തുടങ്ങിയ നിരവധി പോസ്റ്റുകളിൽ വേക്കൻസികൾ വന്നിട്ടുണ്ട്. 70,000 രൂപ വരെ സാലറി വരുന്ന പോസ്റ്റുകളുണ്ട്. ഇതിലേക്ക് ഓൺലൈനായി അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അപ്ലൈ ചെയ്യുന്നതിനുള്ള ലിങ്കും ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും ജോബ് ഡീറ്റെയിൽസും എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും മറ്റുള്ളവരിലേക്കും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ കേരള ഗവൺമെന്റ് ജോബ്സ്, സെൻട്രൽ ഗവൺമെന്റ് ജോബ്സ്, പ്രൈവറ്റ് ജോബ്സ്, ഗൾഫ് ജോബ്സ് അങ്ങനെയുള്ള എല്ലാ അപ്ഡേറ്റുകളും നമ്മുടെ ഈ ചാനൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ലഭിക്കാൻ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്നൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡെയിലി ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ മലബാർ ക്യാൻസർ സെന്ററിലേക്ക് വന്നിട്ടുള്ള പുതിയ നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മലബാർ ക്യാൻസർ സെന്ററിലേക്കാണ് വിവിധ പോസ്റ്റുകളിൽ വേക്കൻസികളുമായി പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഏതൊക്കെ പോസ്റ്റുകളിലാണ് വേക്കൻസികൾ വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം. ആദ്യത്തെ കാറ്റഗറി പറഞ്ഞിട്ടുള്ളത് ഫിക്സഡ് ടേം കോൺട്രാക്ട് ബേസിസ് ആണ്. ഇതിൽ ആദ്യത്തെ പോസ്റ്റ് സ്റ്റാഫ് നഴ്സ്. ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി അതായത് GNM ഉണ്ടായിരിക്കണം. 3 വർഷത്തെ എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ, കേരള നഴ്സിംഗ് കൗൺസിലിന്റെ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ BSc നഴ്സിംഗ് ഉണ്ടായിരിക്കണം. 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെയോ കേരള നഴ്സിംഗ് കൗൺസിലിന്റെയോ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് 35 വയസ്സിൽ താഴെയായിരിക്കണം. വർക്ക് ചെയ്തിട്ടുള്ള ഹോസ്പിറ്റലിന്റെ ബെഡ് സ്ട്രെങ്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 200 ബെഡാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൽ അത് നോട്ടിഫൈ ചെയ്യുന്നുണ്ടായിരിക്കണം. സാലറി പറഞ്ഞിരിക്കുന്നത് 25,700 രൂപയാണ്. അടുത്ത പോസ്റ്റ് വന്നിരിക്കുന്നത് അസിസ്റ്റന്റ് ഫാർമസിസ്റ്റ്. ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഫാർമസിയിൽ ഡിപ്ലോമ ഉണ്ടായിരിക്കണം. 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് 35 വയസ്സിൽ താഴെയായിരിക്കണം. 20,100 രൂപയാണ് സാലറി പറഞ്ഞിട്ടുള്ളത്. അടുത്ത പോസ്റ്റ് വന്നിരിക്കുന്നത് ടെക്നീഷ്യൻ ക്ലിനിക്കൽ ലാബ്. ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് BSc MLT ഉണ്ടായിരിക്കണം. ക്ലിനിക്കൽ ലാബ്, ക്ലിനിക്കൽ മൈക്രോബയോളജി ലാബ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ റിസർച്ച് ലാബ്, പത്തോളജി ഇതിൽ എന്തിലെങ്കിലും 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഹിസ്റ്റോ പത്തോളജിയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് 35 വയസ്സിൽ താഴെയായിരിക്കണം. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൽ ബെഡ് സ്ട്രെങ്ത് പറഞ്ഞിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 25,000 രൂപയാണ് സാലറി പറഞ്ഞിട്ടുള്ളത്. ബെഡ് സ്ട്രെങ്ത് പറഞ്ഞിട്ടുള്ളത് 200 ബെഡാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി പറയുന്ന പോസ്റ്റുകൾ വരുന്നത് മലബാർ ക്യാൻസർ സെന്ററിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസ് ആൻഡ് റിസർച്ച് സെന്ററിലേക്ക് ഫിക്സഡ് ടേം കോൺട്രാക്ട് ബേസിസിലാണ്. ആദ്യത്തെ പോസ്റ്റ് വൈസ് പ്രിൻസിപ്പൽ കം പ്രൊഫസർ. ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് നഴ്സിംഗിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം. MPhil അല്ലെങ്കിൽ PhD ഉണ്ടായിരിക്കുന്ന ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നുണ്ട്. 12 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. ഇതിൽ 10 വർഷം 12 വർഷത്തെ എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. ഇതിൽ 10 വർഷം അല്ലെങ്കിൽ കുറഞ്ഞത് 8 വർഷമെങ്കിലും ടീച്ചിങ് എക്സ്പീരിയൻസ് കൊളീജിയറ്റ് പ്രോഗ്രാമിൽ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് 50 വയസ്സിൽ താഴെയായിരിക്കണം. 70,000 രൂപയാണ് സാലറി പറഞ്ഞിട്ടുള്ളത്. അടുത്ത പോസ്റ്റ് വന്നിരിക്കുന്നത് അസിസ്റ്റന്റ് പ്രൊഫസർ. ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് പീഡിയാട്രിക് ആൻഡ് ചൈൽഡ് ഹെൽത്ത്, ഒബ്സ്റ്റട്രിക്സ് ആൻഡ് ഗൈനക്കോളജി. ഇതിൽ സ്പെഷ്യലൈസേഷനോടുകൂടി നഴ്സിംഗിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം. MPhil അല്ലെങ്കിൽ PhD ഉള്ളത് ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നുണ്ട്. പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് 40 വയസ്സിൽ താഴെയായിരിക്കണം. കൊളീജിയറ്റ് പ്രോഗ്രാമിൽ 4 വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഇതിലേക്കുള്ള സാലറി പറഞ്ഞിരിക്കുന്നത് 40,000 രൂപയാണ്. അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് ലെക്ചറർ പോസ്റ്റിലേക്കാണ്. ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് പീഡിയാട്രിക് ആൻഡ് ചൈൽഡ് ഹെൽത്ത്, ഒബ്സ്റ്റട്രിക്സ് ആൻഡ് ഗൈനക്കോളജി. ഇതിൽ നഴ്സിംഗിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം. പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് 35 വയസ്സിൽ താഴെയായിരിക്കണം. കോളേജിയറ്റ് പ്രോഗ്രാമിൽ 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. 35,000 രൂപയാണ് സാലറി പറഞ്ഞിട്ടുള്ളത്. അടുത്ത പോസ്റ്റ് വന്നിരിക്കുന്നത് അസിസ്റ്റന്റ് ലെക്ചറർ. എക്സ്പീരിയൻസ് പറഞ്ഞിരിക്കുന്നത് കോളേജിയറ്റ് പ്രോഗ്രാമിൽ 3 വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 35,000 രൂപയാണ് സാലറി പറഞ്ഞിട്ടുള്ളത്. ഇതിലേക്ക് ഒരു വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. ഇനി പറയുന്ന പോസ്റ്റുകൾ വരുന്നത് വിവിധ ഡിസിപ്ലിനുകളിൽ സ്റ്റൈപ്പൻഡറി ട്രെയിനീസ് ആയിട്ടാണ്. ഇതിൽ ആദ്യത്തെ പോസ്റ്റ് നോക്കുമ്പോൾ പ്രസിഡന്റ് ഫാർമസിസ്റ്റ്. ഇതിൽ ആദ്യത്തെ പോസ്റ്റ് നോക്കുമ്പോൾ റെസിഡന്റ് ഫാർമസിസ്റ്റ്. ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് D.Pharm or B.Pharm ഉണ്ടായിരിക്കണം. പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് 30 വയസ്സിൽ താഴെയായിരിക്കണം. ഇതിലേക്ക് 3 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. സാലറി പറഞ്ഞിരിക്കുന്നത് 12,000 രൂപയാണ്. അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് റെസിഡന്റ് സ്റ്റാഫ് നഴ്സ് പോസ്റ്റിലേക്കാണ്. ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് BSc നഴ്സിംഗ് അല്ലെങ്കിൽ GNM ഉണ്ടായിരിക്കണം.
അതല്ലെങ്കിൽ ഓങ്കോളജി നഴ്സിംഗിൽ പോസ്റ്റ് ബേസിക് ഡിപ്ലോമ ഉണ്ടായിരിക്കണം. ഇതിലേക്ക് 5 വേക്കൻസിയാണ് പറഞ്ഞിട്ടുള്ളത്. 15,000 രൂപയാണ് സാലറി പറഞ്ഞിട്ടുള്ളത്. കേരള നഴ്സിംഗ് കൗൺസിലിന്റെ വാലിഡ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് 30 വയസ്സിൽ താഴെയായിരിക്കണം. അടുത്ത പോസ്റ്റ് വന്നിരിക്കുന്നത് റെസിഡന്റ് എൻഡോസ്കോപ്പി ടെക്നീഷ്യൻ. ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് എൻഡോസ്കോപ്പിൽ ഡിപ്ലോമ ഉണ്ടായിരിക്കണം. പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് 30 വയസ്സിൽ താഴെയായിരിക്കണം. ഒരു വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. 12,000 രൂപയാണ് സാലറി പറഞ്ഞിട്ടുള്ളത്. അടുത്ത പോസ്റ്റ് വന്നിരിക്കുന്നത് റെസിഡന്റ് ടെക്നീഷ്യൻ ബയോകെമിസ്ട്രി. ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് മെഡിക്കൽ ബയോകെമിസ്ട്രിയിൽ BSc അല്ലെങ്കിൽ MSc ഉണ്ടായിരിക്കണം. പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് 30 വയസ്സിൽ താഴെയായിരിക്കണം. ഒരു വേക്കൻസിയാണ് പറഞ്ഞിട്ടുള്ളത്. 12,000 രൂപയാണ് സാലറി പറഞ്ഞിട്ടുള്ളത്. കോൺട്രാക്ട് ബേസിൽ വരുന്ന സ്റ്റാഫിന്റെ പീരീഡ് പറഞ്ഞിരിക്കുന്നത് മാക്സിമം 3 വർഷം വരെയാണ് പറഞ്ഞിട്ടുള്ളത്. കോൺട്രാക്ട് സ്റ്റാഫിന്റെ ആപ്ലിക്കേഷൻ ഫീ പറഞ്ഞിട്ടുള്ളത് SC ST കാൻഡിഡേറ്റ്സിന് 50 രൂപയാണ്. മറ്റുള്ള കാൻഡിഡേറ്റ്സിന് 250 രൂപയാണ് പറഞ്ഞിട്ടുള്ളത്. ട്രെയിനി പോസ്റ്റിലേക്ക് വരുന്ന കാൻഡിഡേറ്റ്സിന് SC ST കാൻഡിഡേറ്റ്സിന് ആപ്ലിക്കേഷൻ ഫീ ഇല്ല. മറ്റുള്ള കാൻഡിഡേറ്റ്സിന് 100 രൂപയാണ് ഫീ വരുന്നത്. അപ്പോൾ ഫീ അടയ്ക്കേണ്ട കാൻഡിഡേറ്റ്സ് RTGS വഴിയോ NEFT വഴിയോ IMPS വഴിയോ അടയ്ക്കാവുന്നതാണ്. അപ്പോൾ ഫീസ് അടയ്ക്കേണ്ട അക്കൗണ്ട് നമ്പറും ബാക്കി ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞേക്കാം. അക്കൗണ്ട് നമ്പർ 1154100000001798. അക്കൗണ്ട് ഹോൾഡർ നെയിം മലബാർ ക്യാൻസർ സെന്റർ സൊസൈറ്റി. ബാങ്ക് IDBI ബ്രാഞ്ച് തലശ്ശേരി. IFSC കോഡ് IBKL 000154. UPI ID ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. MCC@IDBI. ഒന്നിലധികം പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യുന്നവർ അതിനനുസരിച്ച് ഫീസ് അടയ്ക്കേണ്ടതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. മലബാർ ക്യാൻസർ സെന്ററിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ www.mccc.kerala.gov.in എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി വേണം അപ്ലൈ ചെയ്യാൻ. ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനുള്ള ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് 25/10/2021, അതായത് ഒക്ടോബർ 25 ആണ്. വൈകിട്ട് 5 മണി വരെയാണ് സമയം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫോട്ടോഗ്രാഫ് സൈസ് പറയുന്നുണ്ട്, 30 KB ഡയമെൻഷൻ പറയുന്നുണ്ട്, JPG ഫോർമാറ്റ് ആയിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം വായിച്ച് നോക്കിയിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. ആപ്ലിക്കേഷൻ ഫീ പേ ചെയ്യുമ്പോൾ UTR നമ്പർ ശ്രദ്ധിക്കണം. ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഫോം വേണം ഉപയോഗിക്കാൻ. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്തിട്ട് ആപ്ലിക്കേഷന്റെ ഹാർഡ് കോപ്പി സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസുമായിട്ട് അയച്ചു കൊടുക്കണം. അയച്ചു കൊടുക്കേണ്ട അഡ്രസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദി ഡയറക്ടർ, മലബാർ ക്യാൻസർ സെന്റർ, മൂഴിക്കര PO, തലശ്ശേരി, കേരള 67103. 28/10/2021, അതായത് ഒക്ടോബർ 28 മുമ്പ് കിട്ടത്തക്ക രീതിയിൽ വേണം ഈ അഡ്രസ്സിലേക്ക് ആപ്ലിക്കേഷൻ അയച്ചു കൊടുക്കാൻ. അതുപോലെ തന്നെ ആപ്ലിക്കേഷന്റെ ഹാർഡ് കോപ്പി അയക്കുമ്പോൾ ഏത് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെന്നും ഏത് കാറ്റഗറി, അതായത് ട്രെയിനി അല്ലെങ്കിൽ കോൺട്രാക്ട് ബേസിലേക്ക് ഏത് ബേസിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെന്നും എൻവലപ്പിന് പുറത്ത് മെൻഷൻ ചെയ്യേണ്ടതാണ്. സർട്ടിഫിക്കറ്റ്സിന്റെയും എക്സ്പീരിയൻസിന്റെയും എല്ലാം അറ്റസ്റ്റഡ് കോപ്പീസ് ആപ്ലിക്കേഷനോടൊപ്പം വെക്കേണ്ടതാണ്. 1/1/2021, അതായത് ജനുവരി 1 കണക്കാക്കിയിട്ടാണ് പ്രായം പരിഗണിക്കുന്നത്. ഇന്റർവ്യൂ വഴിയാണ് നിയമനം. അപ്പോൾ ഷോർട്ട് ലിസ്റ്റിൽ വരുന്ന കാൻഡിഡേറ്റ്സിനെ അവർ ഇന്റർവ്യൂവിന് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. റിട്ടൺ ടെസ്റ്റ് അല്ലെങ്കിൽ ഓൺലൈൻ ടെസ്റ്റിന്റെ ആവശ്യം വരുവാണെങ്കിൽ അങ്ങനെ ടെസ്റ്റും നടത്തുന്നതായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇന്റർവ്യൂവിന് വിളിക്കുന്ന സമയത്ത് ഒറിജിനൽ ഡോക്യുമെന്റ്സ് എല്ലാം കയ്യിൽ കരുതുന്നവരെ ശ്രദ്ധിക്കുക. ആപ്ലിക്കേഷനകത്ത് ചേഞ്ചും കറക്ഷനൊന്നും അനുവദിക്കുന്നതല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം അപ്ലൈ ചെയ്യുവാൻ. അപ്ലൈ ചെയ്യുന്ന സമയത്ത് നന്നായി കെയർ ചെയ്ത് അപ്ലൈ ചെയ്യുക, അത്രമാത്രമേ ഉള്ളൂ. ഇത്രയുമാണ് ഇതിന്റെ ഡീറ്റെയിൽസ്. അപ്പോൾ മലബാർ ക്യാൻസർ സെന്ററിലേക്കാണ് ഇത്രയും പോസ്റ്റുകളിൽ വേക്കൻസികൾ വന്നിട്ടുള്ളത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷനുള്ള ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും മറ്റുള്ളവരിലേക്കും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു ജോബ് ഇൻഫർമേഷന് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.